ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്നൊരു ജിമ്മിലെ ഓണാഘോഷത്തിന് പോയാലോ? അപ്പോൾ ഇത് നമ്മുടെ കാക്കനാട്ടിലെ ട്രാൻസ്ഫോമേഴ്സ് ജിമ്മാണ്. ഇവിടെയാണ് കണ്ണൻ കിക്ക് ബോക്സിങ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ കാലത്തെത്താൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ചെണ്ടമേളം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ജിമ്മിലാണ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്ര ആൾക്കാരുണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു കല്യാണത്തിനുള്ള ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ മെയിൻ സാബുവാണ് ആങ്കറിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ കലാപരിപാടികളും ഗെയിംസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ജിമ്മിൽ തന്നെ ഉണ്ടായിരുന്നവർ ഡാൻസും അതുപോലെ തന്നെ പാട്ടും അങ്ങനെ കുറേ പ്രോഗ്രാംസ് തന്നെ ഉണ്ടായിരുന്നു. അവിടെ മെയിൻ ഗസ്റ്റായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് വിനയ് ഫോർട്ട് സാറും പിന്നെ ശ്രുതി ചേച്ചി അങ്ങനെ കുറേ പേരൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ വരാൻ വൈകിയത് കൊണ്ട് തന്നെ പിന്നെ നമ്മൾ വിളക്ക് കത്തിക്കലൊക്കെ കുറച്ച് വൈകിട്ടാണ് പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വിളക്ക് കത്തിക്കൽ ചടങ്ങൊക്കെ നടത്തിയത്. അങ്ങനെ വിളക്ക് കത്തിക്കലും പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്കും മലയാളി മംഗ കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ A to Z പോയിട്ട് ABCD പോലും അറിയാത്ത, പേര് കൊടുക്കാത്ത എൻ്റെ പേര് വിളിച്ച് പറഞ്ഞത് സാബുവിനും എൻ്റെ വക പ്രത്യേകം നന്ദി ഞാൻ അറിയിക്കുന്നുണ്ട്. അങ്ങനെ മലയാളി മംഗ മെഴുകലൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരെ പോയത് വടംവലി കാണാൻ വേണ്ടിയിട്ടായിരുന്നു. വടംവലിയിൽ ആര് ജയിച്ചു അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നൊക്കെയുള്ള നോക്കാനൊരു ഇൻട്രസ്റ്റ് കുറവായിരുന്നു. കാരണം അമ്മാതിരി വിശപ്പുണ്ടായിരുന്നു. 2-2:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ സദ്യ ഇപ്പോൾ വിളമ്പുമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയായിരുന്നു. സദ്യ വിളമ്പിയപ്പോൾ തന്നെ നമ്മളിതേ കയറിയിരുന്നു. ഫുഡൊക്കെ അടിച്ചു, നല്ല പായസം കൂട്ടി. ഓണത്തിൻ്റെ ആദ്യ സദ്യ. പിന്നെ സദ്യ കഴിഞ്ഞ ഒരു ഉറക്കം, അത് നിർബന്ധമല്ലേ. അപ്പോൾ അത് നേരെ വീട്ടിലെത്തി നമ്മൾ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ.